നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. 2 പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി കണ്ടെത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം കച്ചവട സ്ഥാപനമാക്കരുതെന്നാവശ്യം. ബസ് ഉടമകളും തൊഴിലാളികളും പ്രക്ഷോഭത്തിലേക്ക്. കുമ്പളയിൽ ശക്തമായ പോലീസ് കാവലിൽ ടോൾ ബൂത്ത് നിർമ്മാണം ആരംഭിച്ചു. പ്രതിഷേധവുമായി എത്തിയ നിരവധി സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. KSTU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന് കുമ്പളയിൽ പൗരസ്വീകരണം. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMAയും കഞ്ചാവും കണ്ടെത്തി. 3 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി കണ്ടെത്തി. 1-ാം പ്രതി കുടക് നപ്പോക് സ്വദേശി PS സലീമും 2-ാം പ്രതി ഇയാളുടെ സഹോദരിയായ സുവൈബയും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയത്. തിങ്കളാഴ്ച കേസിൽ വിധിയുണ്ടായേക്കും. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി കണ്ടെത്തി. ഇന്ന് നടന്ന വാദത്തിൽ 1ഉം 2ഉം പ്രതികളായ PS സലീം, പെൺകുട്ടിയുടെ മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കുവാൻ സഹായിച്ച സഹോദരി സുവൈബ എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ചും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നത് കണക്കാക്കിയും ശിക്ഷ നൽകണമെന്ന് വാദിഭാഗവും വാദിച്ചു. മെയ് 15-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മുത്തച്ഛൻ പശുവിനെ കറക്കുവാൻ പോയ സമയത്ത് പ്രതി 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോകുകയും പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പീഡനശേഷം കമ്മൽ ഊരിയെടുത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയായ സലീം പിടിയിലായിരുന്നു. ഒളിവിൽ പോയ ഇയാളെ ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത്. ജനുവരിയിൽ തുടങ്ങിയ വിചാരണ 1 മാസം മുൻപ് പൂർത്തിയായിരുന്നു. കേസിൽ 39 ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിൻ്റെ മുടിയുടെയും രക്തത്തിൻ്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 42 ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. സംഭവം നടന്നതിന് ശേഷം പ്രതിയെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ, മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയുടെ ഉടമ തുടങ്ങി 67 സാക്ഷികളാണ് കേസിലുള്ളത്. 4 CCTV ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഹൊസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ NP ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കണ്ണൂർ സ്പെഷ്യൽ ജയിലിലാണ് സലീം റിമാൻഡ് തടവ് അനുഭവിക്കുന്നത്. സുവൈബയ്ക്ക് അറസ്റ്റ് സമയത്ത് തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം കച്ചവട സ്ഥാപനമാക്കരുതെന്നടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകളും തൊഴിലാളികളും പ്രക്ഷോഭത്തിലേക്ക്. ആദ്യപടിയായി തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതി സായാഹ്ന ധർണ നടത്തും. നെല്ലിക്കുന്നി MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്യും. വനിതാ വിശ്രമ കേന്ദ്രം കച്ചവട സ്ഥാപനമാക്കരുത്, ബസ് സ്റ്റാൻഡിലെ അനധികൃത കയ്യേറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതി സായാഹ്ന ധർണ നടത്തും. തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിച്ച കടമുറികളുടെ മുൻവശത്ത് സുരക്ഷാവേലി നിർമ്മിക്കുക, ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ സ്ഥല സൗകര്യം ഏർപ്പെടുത്തുക, യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരുന്ന ഇൻഫർമേഷൻ സെന്റർ പുനഃസ്ഥാപിക്കുക, ലഗേജുകൾ സൂക്ഷിക്കുവാനുള്ള ക്ലോക്ക് റൂം പുനഃസ്ഥാപിക്കുക, ബസ് സ്റ്റാൻഡ് യാർഡിലെ കന്നുകാലികളെ ഒഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് ജനറൽ സെക്രട്ടറി CA മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. ആ സ്റ്റാളുകളിൽ നിന്നും ആൾക്കാർ കച്ചവട സാധനങ്ങൾ വാങ്ങി ഡയറക്റ്റ് ബസ് യാർഡിലാണ് ഇറങ്ങി വരുന്നത്. യാർഡിലാണ് സ്റ്റാൾ നിർമ്മിച്ചിട്ടുള്ളത്.
അപ്പോൾ അവിടെ ഒരു സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് വരെ ആ ഒരു സുരക്ഷാ വേലി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ അവിടെ സുരക്ഷാ വേലി നിർമ്മിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല. അതേപോലെ ടേക്ക് എ ബ്രേക്ക്, സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ടേക്ക് എ ബ്രേക്ക് അവിടെ നിയമനിർമ്മാണം നടത്തിയത്. പക്ഷേ എങ്കിലും അത് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം അത് കൂട്ടിക്കെട്ടിയിട്ട് ബസ് നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നീട്ടിക്കെട്ടിയത്. അത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മുനിസിപ്പാലിറ്റിക്ക് അത് ഇൻഫോർമേഷൻ സെൻ്റർ ഉണ്ട്. വരുന്ന യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും ബസ് എവിടെ പോന്ന് വിളിച്ച് പറയാൻ വേണ്ടി ഒരു ഇൻഫോർമേഷൻ സെൻ്റർ ഉണ്ട്. പക്ഷേ അത് കുറേ വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴത് കച്ചവട സ്ഥാപനമായി മാറ്റിയിട്ടുണ്ട്. അത് പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തരം മുനിസിപ്പാലിറ്റിക്കും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്തിരുന്നെങ്കിലും കഴിഞ്ഞ RTA ബോർഡിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ക്ലോക്ക് റൂം. പിന്നെ അതുപോലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് യാർഡ് മുനിസിപ്പാലിറ്റി പല നിർമ്മാണങ്ങൾ നടത്തി കുറച്ചു കൊണ്ടുവരുന്നൊരവസ്ഥയാണുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ യാർഡിൻ്റെ സ്ഥല സൗകര്യം കുറഞ്ഞു വരുന്നുണ്ട്. എന്നെ നെല്ലിക്കുന്ന് MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്യും. ബസ് തൊഴിലാളികളും തൊഴിലാളി യൂണിയൻ നേതാക്കളും ബസ് ഉടമകളും ധർണയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളയിൽ ശക്തമായ പോലീസ് കാവലിൽ ടോൾ ബൂത്ത് നിർമ്മാണം പുനരാരംഭിച്ചു. പ്രതിഷേധവുമായി എത്തിയ നിരവധി സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കുമ്പള ആരിക്കാടിയിലെ ദേശീയപാത ടോൾ ബൂത്ത് നിർമ്മാണം തടഞ്ഞ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാവിലെ പോലീസിന്റെ സുരക്ഷിതത്വത്തിൽ ടോൾ ബൂത്ത് നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഇതിനിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രവർത്തകരെ സംഘടിപ്പിച്ച ആക്ഷൻ കമ്മിറ്റി ഉച്ചയോടെ നിർമ്മാണ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും അതേ സ്ഥലത്തിരുന്ന് മുദ്രാവാക്യം മുഴക്കുകയുമായിരുന്നു. അധികാരികളെ അറിഞ്ഞോളൂ, അധികാരികളെ ഓർത്തോളൂ. നാഷണൽ ഹൈവേ അതോറിറ്റി ജനങ്ങളെ ആകെ കൊള്ളയടിക്കും. പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ പോലീസ് അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും പ്രതിഷേധം തുടരുകയായിരുന്നു. ഇതിനിടയിൽ പോലീസ് സംഘം സമരക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. യാത്രക്കാരെ ദുരിതത്തിലാക്കോ. കുമ്പളയിൽ ടോൾ ബൂത്ത് സ്ഥാപിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ജനങ്ങളിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാനാണ് ദേശീയപാത അധികൃതരുടെ നീക്കമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ DEO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എന്നെ നെല്ലിക്കുന്ന് MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വെച്ചുവിളമ്പൽ കടമായി അധ്യാപകരെ കടക്കാരാക്കി സർക്കാരിന്റെ മഹത്വം തള്ളൽ. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ അധ്യാപക പ്രതിരോധം എന്ന പേരിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഭിന്നശേഷിയുടെ പേരിൽ അധ്യാപക നിയമനം തടസ്സപ്പെടുന്നതടക്കമുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിയാണ് KSTU മാർച്ചും ധർണയും നടത്തിയത്. പ്രതിഷേധം എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. 7 വർഷത്തോളം നിയമന അംഗീകാരമോ ശമ്പളമോ ഇല്ലാതെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ ആയിരക്കണക്കിന് അധ്യാപകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് എന്നെ നെല്ലിക്കുന്ന് MLA അഭിപ്രായപ്പെട്ടു. നിയമനം നടത്തിയാൽ അവരുടെ നിയമനം അംഗീകരിക്കുന്നില്ല. എന്താണ് കാരണം പറയുന്നത്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നീക്കിവെച്ച പോസ്റ്റാണ് എൻ്റെ സ്കൂളിലും അനുഭവമുണ്ട്. പക്ഷേ ഭിന്നശേഷിക്കാർക്ക് നീക്കിവെച്ച പോസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. ഏത് ഭിന്നശേഷിക്കാരനാണ്, എത്ര ഭിന്നശേഷിക്കാരുടെ ലീസ്റ്റ് നമ്മുടെ ജില്ലയിലുണ്ട്? ആ ലീസ്റ്റ് ചോദിച്ചാൽ ഇവർക്ക് തരാനും പറ്റുന്നില്ല.
അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞ് ഈ അധ്യാപികമാരുടെ അടുക്കളയിൽ പുക വീഴാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് മനുഷ്യത്വരഹിതമായ നീചമായ പ്രവർത്തനമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും നമുക്ക് വകവെച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ജില്ലാ പ്രസിഡന്റ് യാസർ അറഫാത്ത് അധ്യക്ഷത വഹിച്ചു. KSTU സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ദേളി മുഖ്യപ്രഭാഷണം നടത്തി. ഈ മാർച്ച് കേവലം ഒരു സൂചന മാത്രമാണ്. ഇരുപട്ടിണിയിലേക്ക് കിടക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ അവരുടെ തീവ്രമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമാധാനപരമായ മാർഗങ്ങളാണ് ഇത്തരം സമരങ്ങൾ. ഈ സമരത്തെ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമോ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സംസ്ഥാന നേതാക്കളായ ഷൗക്കത്ത് അലി അക്കാളത്ത്, സമീർ തൈക്കിൽ, ഷാഹിന KM, അബ്ദുൽ സത്താർ, മുഹമ്മദ് P, യൂനസ് MT, ഹമീദ് P എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള ജില്ലയിലെ വിവിധ സബ് ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് അധ്യാപകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സഹകരണ ആശുപത്രി സംഘങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന് കുമ്പളയിൽ പൗരസ്വീകരണം നൽകി. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ ആശുപത്രി സംഘങ്ങളിൽ 1ാം സ്ഥാനം നേടിയ ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന് കുമ്പളയിൽ നൽകിയ പൗരസ്വീകരണം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിക്കും ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമുള്ള പൗരസമിതിയുടെ ഉപഹാരങ്ങളും MLA സമ്മാനിച്ചു. പൗരസമിതി ചെയർപേഴ്സൺ UP താഹിറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി, പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റ് D സുബ്ബണ്ണ ആൾവ, അഷ്റഫ് കാർലെ, AK ആരിഫ്, സുന്ദര ആരിക്കാടി, സുജിത് റൈ, അഹമ്മദ് അലി കുമ്പള, താജുദ്ദീൻ മൊഗ്രാൽ, രാമഭട്ട്, ജില്ലാ സഹകരണ ആശുപത്രി സംഘം പ്രസിഡന്റ് P രഘുദേവൻ എന്നിവർ സംസാരിച്ചു. പൗരസമിതി കൺവീനർ CA സുബൈർ സ്വാഗതവും KS സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. കുമ്പള സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ഭരണസമിതി അംഗങ്ങളെയും ഡോക്ടർമാരെയും ജീവനക്കാരെയും പൗരസമിതി നേതൃത്വത്തിൽ കുമ്പള ടൗണിലേക്ക് ആനയിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ചാവും MDMAയും പിടികൂടി. 2.108 കിലോഗ്രാം കഞ്ചാവും 28.06 ഗ്രാം MDMAയുമാണ് പിടികൂടിയത്. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. കുഞ്ചത്തൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ വൻ മയക്കുമരുന്ന് ശേഖരവുമായി 3 പേർ പിടിയിൽ. മുഹമ്മദ് ജുനൈദ്, മുഹമ്മദ് അബ്ബാസ്, അൻസാർ സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ 3:25 തലപ്പാടി ചാർക്കോൾ ഹോട്ടലിന് സമീപം NH 66 പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് KA 5 MG 6613 നമ്പർ കാറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും വാഹനം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡ്യൂട്ടിക്കിടെ KSRTC ബസ്സിൽ കുഴഞ്ഞു വീണ കണ്ടക്ടർ മരണപ്പെട്ടു. പാണത്തൂർ ചിറങ്കടവ് സ്വദേശി സുനീഷ് അബ്രഹാമാണ് മരിച്ചത്. KSRTC ബസ്സിൽ കുഴഞ്ഞു വീണ കണ്ടക്ടർ മരിച്ചു. പാണത്തൂർ ചിറങ്കടവ് സ്വദേശി സുനീഷ് അബ്രഹാമാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. രാവിലെ പാണത്തൂരിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്നു സുനീഷ്. ബസ് രാവിലെ കോളിച്ചാലെത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ബസ്സിൽ കുഴഞ്ഞു വീണ കണ്ടക്ടറെ ഡ്രൈവറും ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ ഷിബു പാണത്തൂരും ചേർന്ന് മാലക്കലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് മാവുങ്കാലിലെ സഞ്ജീവനി ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചിത്താരി KSEB സെക്ഷൻ ഓഫീസിലെ സബ് എഞ്ചിനീയർ സുരേന്ദ്രൻ K വിജിലൻസിന്റെ പിടിയിൽ. താൽക്കാലിക വൈദ്യുതി കണക്ഷൻ സ്ഥിരമാക്കുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാളെ കാസർഗോഡ് വിജിലൻസ് DYSP ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം കൈയോടെ പിടികൂടിയത്. വീടിന്റെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. താൽക്കാലിക വൈദ്യുതി കണക്ഷൻ സ്ഥിരമാക്കുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ KSEB സബ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായി. ചിത്താരി KSEB സെക്ഷൻ ഓഫീസിലെ സബ് എഞ്ചിനീയറായ സുരേന്ദ്രൻ Kയെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ കാസർഗോഡ് വിജിലൻസ് DYSP ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം കൈയോടെ പിടികൂടിയത്. പൂച്ചക്കാട് സ്വദേശിയായ പരാതിക്കാരൻ മുക്കൂട് പ്രദേശത്ത് പുതുതായി പണിത വീടിനു വേണ്ടി ഓഗസ്റ്റ് 19 ഓൺലൈനിലൂടെ താൽക്കാലിക കണക്ഷൻ സ്ഥിരമാക്കുവാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു.
ഓഗസ്റ്റ് 21-ന് സബ് എഞ്ചിനീയർ സുരേന്ദ്രൻ സ്ഥലപരിശോധന നടത്തുകയും ആവശ്യമായ ഫീസ് അടച്ചാലും ജോലി വേഗത്തിൽ പൂർത്തിയാക്കുവാൻ 3000 രൂപ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവം പരാതിക്കാരൻ കാസർഗോഡ് വിജിലൻസ് ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണനെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് സംഘം നിരീക്ഷണം തുടങ്ങുകയും കഴിഞ്ഞ ദിവസം വൈകുന്നേരം പരാതിക്കാരനിൽ നിന്നും 3000 രൂപ സ്വീകരിക്കുന്നതിനിടെ ചിത്താരി KCB ഓഫീസിന് മുന്നിൽ നിന്നും സബ് എഞ്ചിനീയറെ കൈയോടെ പിടികൂടുകയുമായിരുന്നു. തുടർ നടപടികൾക്കായി പ്രതിയെ തലശ്ശേരി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിശബ്ദമായി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു വന്ന രാഷ്ട്രീയ നേതാവായിരുന്നു വെള്ളിയാഴ്ച വിടവാങ്ങിയ തൃക്കരിപ്പൂർ കരോളത്തെ PP മൂസാൻകുട്ടി. 5 പതിറ്റാണ്ട് മുൻപ് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും പ്രമുഖ സഹകാരിയായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ജാതിമതഭേദമന്യേ നാട്ടിലും മലയോര പ്രദേശങ്ങളിലും നിരവധി കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കി നൽകിയ മൂസാൻകുട്ടി രാഷ്ട്രീയ രംഗത്ത് സജീവമായപ്പോഴും ജീവകാരുണ്യ സേവനങ്ങളിൽ നിരന്തരം ഇടപെടൽ നടത്തിയിരുന്നു. വീടില്ലാതെ കഴിഞ്ഞ പലർക്കും സ്ഥലവും വീടും ഒരുക്കിക്കൊടുത്ത അദ്ദേഹം മലയോരത്തെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് കിണറുകളും നിർമ്മിച്ചു നൽകി. മത-സാംസ്കാരിക രംഗങ്ങളിലും ഏറെ പ്രവർത്തനങ്ങൾ മൂസാൻകുട്ടി നടത്തി വന്നിരുന്നു. തൃക്കരിപ്പൂർ വൾവക്കാട്ട് ജമാഅത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റുമായിരുന്നു. പള്ളികളുടെയും മദ്രസകളുടെയും നിർമ്മാണത്തിലും അദ്ദേഹം നേതൃത്വം നൽകി. മലയോരത്തെ പുളിങ്ങോം, പാടിച്ചാൽ, വള്ളിപ്പിലാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും അതോടൊപ്പം നാട്ടിലും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. തൃക്കരിപ്പൂരിലെ ആദ്യകാല സഹകരണ സ്ഥാപനമായിരുന്ന NT കൂലേരി കോപ്പറേറ്റീവ് സഹകരണ സ്റ്റോർ പ്രസിഡന്റായും പ്രവർത്തിച്ചു. ആദ്യകാല ഫുട്ബോൾ താരമായിരുന്ന മൂസാൻകുട്ടിയുടെ ആൺമക്കൾ ഭൂരിഭാഗവും വിവിധ സംസ്ഥാന ടീമുകളിൽ വർഷങ്ങളോളം കളിക്കാരായിരുന്നു. ഖബറടക്കത്തിന് ശേഷം തൃക്കരിപ്പൂർ വൾവക്കാട് ജുമാ മസ്ജിദിൽ നടന്ന അനുശോചന യോഗത്തിൽ KP അഷ്റഫ് മുൻഷി അധ്യക്ഷത വഹിച്ചു. വൾവക്കാട് ജമുഅത്ത് ഖത്തീബ് അബ്ദുൽ ഖാദർ ഭാഗവി, മുദരിസ് തൗഫീഖ് അസ്നവി, MAC അബ്ദുള്ള മൗലവി, അബ്ദുൾ റഹ്മാൻ അമാനി, TM അമീർ ഹാജി, M യൂസഫ് ഹാജി, അബ്ദുൾ റഷീദ് പാടിച്ചാൽ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൽപ്പക വിതരണോദ്ഘാടനവും ദത്തഗ്രാമത്തിലെ മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. കാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൽപ്പക വിതരണോദ്ഘാടനവും ദത്തഗ്രാമത്തിലെ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. കാർഷിക പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരുന്നതിനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾ കാർഷിക പ്രതിജ്ഞയെടുത്തു. 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചെങ്കള പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം എടനീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ശാന്തകുമാരി പഞ്ചായത്തിലെ മികച്ച കർഷകശ്രീ അവാർഡ് ജേതാവ് സതീഷ് എടനീറിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ GK ഗോപേഷ് സ്വാഗതവും ലീഡർ ശിഖ നന്ദിയും പറഞ്ഞു. കർഷകൻ രാഘവൻ, പ്രിൻസിപ്പൽ P പ്രഭാകരൻ, അധ്യാപകരായ K പ്രവീൺകുമാർ, SS ശുഭ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 25-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 25-ന് നടക്കും. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. EWN-SA സംസ്ഥാന പ്രസിഡന്റ് CB ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിക്കും. KV ബാലകൃഷ്ണൻ, T രാമകൃഷ്ണൻ, VV രമേശൻ, KV രാഘവൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K രാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി പ്രീജു PV, പവിത്രൻ PV, KV പുരുഷോത്തമൻ, KV രതീഷ്, അനീഷ് ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചുള്ളിക്കര പ്രതിഭാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സെപ്റ്റംബർ 5 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുള്ളിക്കര പ്രതിഭാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പൗരാവലി, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 41ാമത് ഓണാഘോഷം സെപ്റ്റംബർ 5 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 24-ന് ക്യാരംസ് മത്സരം, 28-ന് ചിത്രരചനാ മത്സരം, 30-ന് വിളംബര ജാഥ എന്നിവ നടക്കും. സെപ്റ്റംബർ 3-ന് വൈകിട്ട് 4 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സജിത് ലൂക്കോസ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് പായസം ഫെസ്റ്റ്, മെഗാ ക്യൂസ് മത്സരം, മലയാളി മങ്ക മത്സരം, കലാവിരുന്ന് എന്നിവ നടക്കും. 4-ന് രാവിലെ മുതൽ വിവിധ കായിക മത്സര ഇനങ്ങൾ, വൈകിട്ട് സിനിമാറ്റിക് ഡാൻസ് മത്സരം, 5-ന് തിരുവോണനാളിൽ രാവിലെ പൂക്കള മത്സരം,
2 വടംവലി മത്സരം. വൈകിട്ട് 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വിനോദ് ജോസഫ് അധ്യക്ഷത വഹിക്കും. രാത്രി 8 സിനിമാ പിന്നണി ഗായകർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോ. ഓണാഘോഷ കമ്മിറ്റി എല്ലാ വർഷവും നടത്തുന്ന സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി ഇത്തവണ ആകാശപ്പറവയിലെ കിടപ്പുരോഗികൾക്ക് ഭക്ഷണ സാധനങ്ങളും ഓണസമ്മാനങ്ങളും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചുള്ളിക്കര. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജില്ലയിലെ ഫോട്ടോഗ്രാഫർമാരായ കർഷകരെ ആദരിച്ചു. കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി കൃഷി ഓഫീസർ രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഫോട്ടോഗ്രാഫർമാരായ വ്യത്യസ്ത മേഖലയിൽ കൃഷി നടത്തി ശ്രദ്ധേയരായ AKPA മെമ്പർമാരെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി കൃഷി ഓഫീസർ രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധീർ കെ, ജില്ലാ PRO രാജീവൻ സ്നേഹ, ജില്ലാ സ്വാശ്രയ സംഘം കോർഡിനേറ്റർ KC എബ്രഹാം, നേർച്ച ക്ലബ് കോർഡിനേറ്റർ ശ്രീജിത്ത് നിലായ്, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ, രാജപുരം മേഖലാ പ്രസിഡന്റ് സിനു ബന്തെടുക്ക, നീലേശ്വരം മേഖലാ സെക്രട്ടറി ദിനേശൻ ഒളവറ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. AKPA മെമ്പർമാരായ ശ്രീജിത്ത് നിലായ്, AR ബാബു, ഗോകുലൻ ചോയങ്കോട്, രഞ്ജി ഐ മാജിക്, മോഹനൻ മിനോൾട്ട, അനിൽ ബേക്കൽ, ലോഹിതാക്ഷൻ മാക്കി, ഗോവിന്ദൻ ശങ്കരൻകാട്, രഞ്ജിത്ത് മാട്ടുമ്മൽ, വിനുലാൽ പനത്തടി, സിനു ബന്തെടുക്ക, ചാക്കോ പുലരി, അനൂപ് ചന്ദേര, ജസ്റ്റിൻ മദർ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ചടങ്ങിന് ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ VN സ്വാഗതവും ജില്ലാ ട്രഷറർ പ്രജിത്ത് NK നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് 2 പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി കണ്ടെത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം കച്ചവട സ്ഥാപനമാക്കരുതെന്നാവശ്യം. ബസ് ഉടമകളും തൊഴിലാളികളും പ്രക്ഷോഭത്തിലേക്ക്. കുമ്പളയിൽ ശക്തമായ പോലീസ് കാവലിൽ ടോൾ ബൂത്ത് നിർമ്മാണം ആരംഭിച്ചു. പ്രതിഷേധവുമായി എത്തിയ നിരവധി സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. KSTU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന് കുമ്പളയിൽ പൗരസ്വീകരണം. AK അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMAയും കഞ്ചാവും കണ്ടെത്തി. 3 പേർ അറസ്റ്റിൽ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.